സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ധനസഹായമായ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ലഭിക്കുന്ന എല്ലാവർക്കും ആശ്വാസ വാർത്ത എത്തിയിരിക്കും. നോക്കാം വിശദമായിട്ട് തന്നെ. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതുപോലുള്ള ഇൻഫർമേഷൻ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തുവാൻ അത് സഹായിക്കുന്നതായി. സംസ്ഥാനത്ത് കുടിശ്ശികയുള്ള വിവിധ ആനുകൂല്യ വിതരണങ്ങൾ പ്രഖ്യാപിച്ചു. 8 ലക്ഷത്തോളം വരുന്ന NSIP പെൻഷൻ ഗുണഭോക്താക്കൾക്കും 49 ലക്ഷത്തോളം വരുന്ന സംസ്ഥാന വിഹിതം മാത്രം ചേർത്ത് പെൻഷൻ തുക സ്വീകരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർക്കും ഇതോടൊപ്പം തന്നെ 7 ലക്ഷത്തോളം വരുന്ന ക്ഷേമനിധി ബോർഡ് പെൻഷൻ ഗുണഭോക്താക്കൾക്കും ആദ്യഘട്ട പെൻഷൻ തുക വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് വീണ്ടും സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത്. ഗുണഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഉത്സവകാലത്തോടനുബന്ധിച്ച് കുടിശ്ശിക കൂടി ലഭിക്കുന്നത് ആശ്വാസകരമായി തീരും. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും മാർച്ച് മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വിതരണ നടപടികൾ ഇന്നു മുതൽ ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഒരു മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തുകയോടൊപ്പം കുടിശ്ശികയായിരിക്കുന്ന 3 മാസത്തിലെ പെൻഷൻ തുകയിൽ ഒരു ഗഡു വിതരണം അനുവദിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ അറിയിച്ചു. ഇനിയിപ്പോൾ ഏപ്രിൽ മാസത്തിൽ 2 ഘട്ടങ്ങളായാണ് വിതരണം പൂർത്തിയാക്കുന്നത്. പെൻഷൻ തുക മുടങ്ങിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുള്ള ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾ നിർബന്ധമായും ആവശ്യമായ രേഖകൾ ഹാജരാക്കേണ്ടതാണ്. സർട്ടിഫിക്കറ്റുകളും മസ്റ്ററിംഗും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് 21/3/2025 വൈകുന്നേരം 5 മണി വരെ അവസരമുണ്ടായിരുന്നു. മാർച്ച് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതിന്റെ ഭാഗമായി സേവനയുടെ വെബ്സൈറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഏപ്രിൽ 1-നും 20-നും ഇടയിലുള്ള കാലയളവിൽ വീണ്ടും ഇത് രജിസ്റ്റർ ചെയ്യുവാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.